റീസെൻ്റ്ലി എന്നെ ഇവിടെ എറണാകുളത്തൊരു കോളേജിൽ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തു. ഇത് സ്ഥിരം നടക്കുന്നതാണ് എൻ്റെ ലൈഫിലെ. അതായത്, മാഡം 31-ാം തീയതി ഫ്രീ ആണോ? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിരയായിട്ട് വരാം. ഞാൻ ഇന്ന കോളേജിലാണ്, പഠിക്കുകയാണോ വർക്ക് ചെയ്യണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കോളേജിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനാണ്. ഒപ്പം കോളേജ് മാഗസീൻ്റെ കവർന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയാണ്? കാരണം ചില കവർ മാത്രം പ്രസിദ്ധീകരിക്കുന്ന ചില സംഘടനകളുണ്ട്. അല്ല മാഡം, ഇത് സ്റ്റുഡൻസ് യൂണിയനാണ്. ശരി. അപ്പം ഞാൻ എൻ്റെ കാര്യം എഴുതി. എനിക്ക് മാസം ഞാനൊരു പ്രോഗ്രാമിന് വരുമ്പോൾ ഇത്ര പൈസ വാങ്ങിക്കും. വളരെ കുറച്ച് 5000 രൂപയെ ഞാൻ ചോദിക്കുള്ളൂ. എൻ്റെ അപ്പുറത്ത് ചോദിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം ചോദിച്ചാൽ പിന്നെ വിളിക്കൂല, അതൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, 5000 ഞാനൊരു പ്രോഗ്രാമിന് മേടിക്കുന്നത്. എൻ്റെ താമസമോ എൻ്റെ ഭക്ഷണമോ യാത്രയോ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ പറയുന്ന സമയത്ത് ഞാൻ വരും. കാരണം ഞാൻ 27 ദിവസം യാത്ര ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ 4 ബാഗുണ്ട്. ഈ 4 ബാഗ് എന്ന് പറയുന്നത് ഒരേ ജോഡി സാധനങ്ങളാണ് ഈ 4 ബാഗിലും ഇരിക്കുന്നത്. അതിൽ സംഘാടകരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സംഘടന ആണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റൗ കൊണ്ടുപോകും, ഫാൻ കൊണ്ടുപോകും, ഹീറ്റർ കൊണ്ടുപോകും. അതുപോലെ വേറൊരു സാധനം കൂടെ ഉണ്ട്, അത് പറയാൻ പാടില്ല അതെന്താണെന്ന്. അതും കൊണ്ടുപോകും. കാരണം അത് ബാൻ ചെയ്തൊരു സാധനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഘാടകർക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി. ഒരു കാലത്ത് ഞാൻ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഒരു ദിവസം 6 പ്രോഗ്രാം ചെയ്തിരുന്ന സമയമുണ്ട്. 500 രൂപയ്ക്ക് ക്ലാസ് എടുത്തിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുപ്പിക്കകത്ത് ചോറും തൈരും ഭക്ഷണങ്ങളൊക്കെ ജ്യൂസാക്കി സ്ട്രോ അടിച്ച് കുടിച്ച്, കാരണം സംഘാടകർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, നമ്മൾ ചെല്ലുക, സെഷൻ കൈകാര്യം ചെയ്യുക, ആയിരക്കണക്കിന് സെൽഫികൾക്ക് വിധേയമാകുക. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു സിമ്പതിയാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ജെൻഡറിനെ പറ്റിയിട്ടാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ജെൻഡർ ആശയം എങ്ങനെ, ഇവർ ക്ലാസ് എല്ലാം എടുത്തു കഴിഞ്ഞ് വന്നിട്ട് ഇവരുടെ ഒരു നന്ദി പ്രകടനമുണ്ട്. ഇവരെപ്പോലുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ തൂങ്ങിച്ചാവാൻ തോന്നും. പക്ഷേ ഇതാണ് മലയാളിയുടെ ഒരു കാഴ്ചപ്പാട്, സിമ്പത്തൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാലുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത്. അടുത്ത മെസ്സേജ് അവിടെ നിന്ന് വരികയാണ്. ഏതായാലും വെറുതെ ഒന്നും വരണ്ട, ഫോൺ നമ്പർ തരൂ, വിളിക്കാം. ഫോൺ നമ്പർ കൊടുത്തു. രാത്രി കഴിഞ്ഞു, വിളിച്ചില്ല. പിറ്റേ ദിവസം പകലായി, വിളിച്ചില്ല. വൈകുന്നേരം ഇപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, വിളിച്ചില്ലല്ലോ. അത് ഞങ്ങൾക്ക് വേറെയും ചോയ്സുകൾ ഉണ്ടായിരുന്നു. കേൾക്കണേ, ഞങ്ങൾക്ക് വേറെയും ചോയ്സുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എറണാകുളത്ത് നിന്ന് ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ദിസ് ഇസ് ടു ബാഡ്, നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? അപ്പോഴാണ് അവരുടെ ഫിറോഷ്യസ് ആയിട്ടുള്ള അടുത്ത കമൻറ്റ് വരുന്നത്, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ. എവിടെ? ചാറ്റിൽ എവിടെ? അതില്ല. ഇത് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല, അതുകൊണ്ട് അടുത്ത സമയം നിങ്ങളെ ഞങ്ങൾ വിളിക്കാം. ഞാൻ ചാറ്റ് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവിടെ എവിടെയും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ തൃശ്ശൂരിൽ എന്നെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചു, മാർച്ച് 8-ാം തീയതി. അതാണ് എനിക്ക് ചിരി വന്നത്. ഈ കഴിഞ്ഞ മാർച്ച് 8-ൻ്റെ തീം എന്ന് പറയുന്നത് ഗീവ് ടു ഗെയിൻ എന്നാണ്. ഗീവ് ടു ഗെയിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എമാൻസിപ്പേഷൻ, എംപവർമെൻറ്റ്, ഗീവ് ടു ഗെയിൻ. ഒരു സൊസൈറ്റി ലേഡീസിൻ്റെ ഒരു പ്രോഗ്രാം. എന്തിനാണ് അവരെന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ, ദേ വോണ്ട് ടു നോ എബൌട്ട് യു. എന്താണ് എന്നെപ്പറ്റി അറിയണം. ഞാൻ ചോദിച്ചു, എന്താ അറിയേണ്ടത്? അങ്ങനെയല്ല മല്ലിക വന്ന് നിങ്ങളുടെ ആളുകളെപ്പറ്റി. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യം വരും. ആരാണ് നമ്മുടെ ആൾക്കാർ? നിങ്ങളുടെ ആളുകളെപ്പറ്റി നിങ്ങളൊരു ക്ലാസ് എടുക്കണം. ഇങ്ങനെയാണ്, ഈ ഒരു എക്സ്പ്രഷനിലാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ആളുകളെപ്പറ്റി നിങ്ങൾ ക്ലാസ് എടുക്കണം. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സ്പീക്കറാണ്, മണിക്കൂറിന് ഇത്ര പൈസയാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഈ നെഞ്ചത്ത് വാച്ചിട്ട് പോകുന്നത് തന്നെ ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയാൽ എൻ്റെ സംഘാടകരിൽ നിന്ന് ഞാൻ എക്സ്ട്രാ പൈസ മേടിക്കരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ചെസ്റ്റ് വാച്ച് തൊട്ട് ഞാൻ നടക്കുന്നത്. അപ്പോൾ അതുവരെ സംസാരിച്ചതുപോലെയല്ല അവർ പിന്നെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു, എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും വിളിയില്ല. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ ഇങ്ങോട്ട് അടുത്ത മെസ്സേജ്, അത് നിങ്ങൾ പൈസ ചോദിച്ചത് പ്രസിഡൻറ്റും സെക്രട്ടറിക്കും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു. ദേ ആർ ലുക്കിംഗ് ഫോർ സമൺ എൽസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ഈ ബൈനറിയിലിരുന്നിട്ട്, ആണ് പെണ്ണ് എന്ന് പറയുന്ന ബൈനറിക്കകത്തിരുന്നിട്ട്, ഞാൻ ഇതല്ല ഞാൻ മറ്റൊന്നാണെന്ന് ഒരാൾ പറയുമ്പോൾ
അയാളുടെ സേഫ് സോണുകളെല്ലാം നഷ്ടപ്പെടുത്തി അയാളെ ഈ ബൈനറിയിൽ നിന്ന് സമൂഹത്തിൻ്റെ പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയും, അതായത് അതിരുകളിലേക്ക്. ആ അതിരിൽ കിടന്ന് ഒരു വ്യക്തി അവരുടെ ജീവിതം സ്വരക്കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഈ ബൈനറിക്കകത്തുനിന്ന് ആൾക്കാർ എഴുന്നേറ്റെന്ന് പറയുന്നത്, വരൂ, ഞങ്ങൾ നിങ്ങളെ ആദരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു കീറത്തുണി, പൊന്നാടയാണെന്നും പറഞ്ഞൊരു കീറത്തുണി അങ്ങോട്ട് പുതയ്ക്കും. അടുപ്പിലിട്ടാൽ കത്തുക പോലും ചെയ്യാത്ത ഒരു പലക എടുത്തങ്ങ് തരും, ആദരവെന്ന് പറഞ്ഞ്. ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ, ഇപ്പം എൻ്റെ ഡെഫിനിഷൻസൊക്കെ മാറി വരുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളല്ലാത്ത ബൈനറിയിൽ പെടാത്തൊരു മനുഷ്യനെ നിങ്ങൾ ആദരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് പേ ഫോർ ദ ടൈം, യു ഷുഡ് പേ ഫോർ ദ എനർജി, യു ഷുഡ് പേ ഫോർ ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻസ്. നിങ്ങൾ ഈ സ്ട്രഗിൾ കേൾക്കാൻ വിളിക്കല്ലേ. ചിലരുണ്ട്, നിങ്ങൾ സ്ട്രഗിൾസ് പറയൂ, ഞങ്ങൾക്ക് എന്തിനാ കരയാൻ, ആർക്ക് വേണ്ടിയിട്ട്? ഇവരുടെ മുതലക്കണ്ണീരിലാണോ നമ്മൾ ജീവിക്കുന്നത്? സി, ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. ഈ ഡിഗ്നിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് സാമ്പത്തികമായ സുരക്ഷ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ഒരു പെയ്ഡല്ലാത്ത പ്രോഗ്രാംസിന് പോവാറില്ല. എന്തിനെൻ്റെ കഥന കേട്ടിട്ട്, കഥന എന്ന് ഞാൻ പറയാം, കഥ കേട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ? മല്ലികാ വസന്തം വന്നു. മല്ലികാ വസന്തത്തിന് ശേഷം ഞാൻ വിനയപൂർവ്വം വിജയരാജ മല്ലിക എഴുതി. ആ 2 പുസ്തകത്തിൻ്റെ ക്രാഫ്റ്റ് വ്യത്യസ്തമാണ്. ഒന്നിൽ സങ്കടവും ദുഃഖവും ഒക്കെ ആളുകൾ, ഞാനതിൽ സങ്കടവും ദുഃഖവും എഴുതിയിട്ടില്ല, പക്ഷേ ആളുകളത്, അതാണ് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ അബ്സോർബ് ചെയ്തത്. വിനയപൂർവ്വം വിജയരാജ മല്ലിക ഭാഷ വായിക്കുന്നവർക്കറിയാം, ദിസ് എ സ്ലാപ്പ്. പച്ചയ്ക്ക് പറഞ്ഞാൽ കർണത്തടിക്കുകയാണ് അക്ഷരങ്ങൾ കൊണ്ട് ഈ ഒറ്റപ്പെടുത്തിയ, ഈ മ്ലേച്ഛമായിട്ട് നമ്മളെ കാണുന്ന, അരികുവൽക്കരിക്കുന്ന, അദൃശ്യവൽക്കരിക്കുന്ന, ആഘോഷിക്കുന്ന, ഞങ്ങളുടെ സ്ട്രഗിളുകളെ മാത്രം ആഘോഷിക്കുന്ന, ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, ജോലിയിൽ കയറ്റാൻ സമ്മതിക്കാത്ത സമൂഹത്തിനെ സത്യം പറഞ്ഞാൽ കാരണത്തടിക്കുന്ന രീതിയിലാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾ എന്നെ സഹായിച്ചു, ഇന്ന ആൾ എന്നെ ചേർത്ത് പിടിച്ചു, ഇന്ന ആൾ എന്നെ വഴി നടത്തി. എന്നാൽ മറ്റ് ചിലർ പേരെഴുതിയിട്ടില്ല, പക്ഷെ ആ രൂപം മൊത്തം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ രൂപമുള്ള, ഈ കണ്ണുള്ള, ഈ ചെവിയുള്ള ഇന്നയാൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഇത് ആവർത്തിക്കപ്പെടരുത്. ഞാൻ ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചിലർ നമ്മളൊരു ഷോപ്പിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, മാഡം കുട്ടികളുണ്ടോ? ഇല്ല. അയ്യോ, എന്നാൽ വേഗം നിങ്ങളുടെ ഇത് പറയൂ, എന്ത് സ്റ്റാർ പറയൂ. എന്തിനാണ്? ഞങ്ങളുടെ അമ്മാവനൊരു ജ്യോതിഷിയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിന്? ആര് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുണ്ടാവാൻ? ഐ എം എൻ ഇൻറ്റർസെക്സ് പേഴ്സൺ വിത്ത് 47XXY ക്രോമസോം പാറ്റേൺ. എവിടെ നിന്നുണ്ടാകാനാണ്? എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഞാനിന്നും ഓർക്കുന്നുണ്ട്. കുട്ടികളുണ്ടാകില്ലല്ലോ ജാഷ്യം, പിന്നെ എന്തിനാണ് ഒരു ട്രാൻസ്ജെൻഡറായ എന്നെ, ഒരു ഇൻറ്റർസെക്സ് ആയിട്ടുള്ളൊരു എന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ കൗതുകരമായിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന ഒരു ഉത്തരമാണ്, ഞാൻ നാളെ ഒരു സിസ്ജെൻഡറായ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് കുട്ടികളുണ്ടായില്ലെങ്കിലോ എന്ന് ചോദിച്ചെടുത്താണ് സത്യത്തിൽ ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഫോട്ടോ ഇടുമ്പോൾ അമ്മയും മോനും ആണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് നിൻ്റെ അച്ഛനാ, നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ശരിക്കും നോക്കിക്കോ എന്ന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയല്ല, മറിച്ച് ഒരുമിച്ച് ജീവിക്കണം, കുറച്ച് കാലേനേ ഉള്ളൂ. സ്വന്തം സ്വത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്വത്വം എന്നതിന് മാറ്റി സ്വന്തം അസ്തിത്വത്തിലേക്ക് വന്നിട്ട് ഇത്രയും കാലം പീഡകളും അതുപോലെ ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും തിരസ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലോകത്ത് നിന്ന് ഇച്ഛാശക്തി കൊണ്ട് ഒരു ജീവിതം കൈപ്പടിയിലാക്കിയിട്ട് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുക. എനിക്കങ്ങനെ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. വളരെ ചെറുപ്പത്തിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു മോറസ് കാർ വാങ്ങിക്കുക എന്നുള്ളത്. അത് വാങ്ങിച്ചു. ഓടൊന്നുമില്ല, പക്ഷെ അതങ്ങനെ ഒരു ബോഡി മാത്രം. അത് വാങ്ങിച്ചു. അതിനെ ഒരു ചില്ലുകൂടുണ്ടാക്കി ചില്ലുകൂടിൻ്റെ അകത്ത് വെച്ചിരിക്കുക. എല്ലാ ദിവസവും രാവിലെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കാറ് 40ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കാറ് വാങ്ങി. എന്തൊരു സന്തോഷം! അതെന്താണെന്ന് വെച്ചാൽ ഈ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വപ്നങ്ങൾ വളരെ പരിമിതമാണ്. അത് സ്വപ്നം കാണാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ
പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായിട്ടുള്ളത് ഇക്കഴിഞ്ഞ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. SCERTയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറായ കരിക്കുലം കമ്മിറ്റി മെമ്പറായിരുന്നു. വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ വ്യത്യസ്തരായ മനുഷ്യർക്ക് വേണ്ടി ആദ്യത്തേതാകുക എന്ന് മാത്രമല്ല, മറിച്ച് ചരിത്രത്തിലാദ്യമായി 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻ്റർസെക്സ് എന്താണെന്ന് പഠിപ്പിക്കാൻ ആ കമ്മിറ്റിയുടെ ഭാഗമായി ഇരുന്നു കൊണ്ട് സാധിച്ചു. അത് കുട്ടികൾ പഠിക്കുക. അത് എൻ്റെ ഒരാളുടെ എഫേർട്ടല്ല, മറിച്ച് ഒരു ഗവൺമെൻറ് തീരുമാനം. അതിൽ അത്രയും കരിക്കുലം കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്കൊരു കൊറി ഇടാമായിരുന്നു, ആരും അതിട്ടില്ല. അവരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. അതിപ്പോൾ കുട്ടികൾ പഠിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും വന്നിരുന്ന പിള്ളേർക്ക്, ജെൻസീസിന്, അടുത്ത തലമുറയിലെ പിള്ളേർക്ക് പറയാൻ പറ്റില്ല ഞങ്ങളിത് കേട്ടിട്ടില്ല, ഞങ്ങൾക്കിത് അറിയില്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ തലമുറയിൽ ഒരു പക്ഷെ പറയാം, പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഒരു മാർക്കിനെങ്കിലുള്ള ക്വസ്റ്റ്യനെങ്കിലും ഇൻ്റർസെക്സിനെ പറ്റി വരുന്നു. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 66600. സന്ദർശിക്കൂ sanjaram.com. കവിയെന്നോ കവിയത്രിയെന്നല്ല, ഞാൻ എന്നെ എഴുത്താളി എന്നാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മറ്റ് ഭാഷകളിൽ നിന്ന് പദങ്ങൾ കടമെടുത്തുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻ്റർസെക്സ് വിഭാഗത്തിലെ, ഞാനടങ്ങുന്ന വിഭാഗമല്ല, ഇൻ്റർസെക്സിലെ മിശ്രലിംഗരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു താരാട്ട് പാട്ട് എഴുതാൻ പറ്റി. ഈ കഴിഞ്ഞ വിജ്ഞാന കൈരളിയുടെ പുസ്തകം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഞാൻ ആരാധിച്ചിരുന്ന താരാട്ടുപാട്ടിൻ്റെ സിംഹങ്ങളെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന പീലീല ചേച്ചി, അഭയദേവ്, ദക്ഷിണാമൂർത്തി, ഈ 3 പേരുടെ ചിത്രങ്ങൾക്കൊപ്പം എൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട്. അത് ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന ആ താരാട്ടുപാട്ട് എഴുതിയതിന്, അത് എഴുത മാത്രമല്ല, അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വലിയ തോതിൽ മലയാള സമൂഹം, ഇന്ത്യൻ സമൂഹം അതിനെ ഏറ്റെടുക്കുകയും, ഈ ഇടയ്ക്ക് ബീഹാറിൽ പോയ സമയത്ത് നളന്ദ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അതെന്നെക്കൊണ്ട് അവർ അവതരിപ്പിച്ചു. എന്നോട് അത് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമൊക്കെ ഞാനത് അവതരിപ്പിച്ചു. അതിപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെ, ഇവിടെ MG യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് കുട്ടികളത് പഠിക്കുന്നുണ്ട്. പിന്നെ മലയാള സാഹിത്യത്തിൽ, ഇന്ത്യൻ സാഹിത്യത്തിലേക്ക് 15 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി. 15 പുസ്തകങ്ങൾ എഴുതാൻ പറ്റിയത് മാത്രമല്ല, സ്കൂൾ കോളേജ് തലങ്ങളിൽ അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. വെറുതെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കവിത എന്നല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ട്രാൻസ്ജെൻഡർ എന്നതിനെ സിമ്പതൈസ് ചെയ്ത് കണ്ടുകൊണ്ടല്ല കവിതയുടെ ഇൻക്ലൂഷൻസ് വന്നില്ല, മറിച്ച് അത് ജീവിതത്തെ ഒരു നിമിഷമെങ്കിലും ചിന്തിപ്പിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താനും നിങ്ങളെ സഹായിക്കുന്ന കവിതകളായതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താ പറയുക, സ്വത്വാന്വേഷണത്തിലാണ് കവിത. ഇപ്പോൾ ഉത്തരാധുനിക കവിത അതിൻ്റെ സ്വത്വാന്വേഷണത്തിലാണ്. ആ സ്വത്വാന്വേഷണത്തിൻ്റെ ഭാഗമാകാൻ എൻ്റെ കവിതകൾക്ക് സാധ്യമായിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറായ ജനറൽ കൗൺസിൽ അംഗം ആയി തിരഞ്ഞെടുക്കപ്പെടുകയും കേരള സാഹിത്യ അക്കാദമിയെ കൊണ്ട് കേരളത്തിൽ ആദ്യമായി സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലെ ആദ്യത്തെ ക്വയർ
സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ തുടർച്ച എന്നോണം ഒരു പുസ്തകം, ആന്തോളജി ഓഫ് ക്വീർ റൈറ്റേഴ്സ്, മലയാളത്തിൽ വന്ന പുസ്തകത്തിൻ്റെ പേര് കേൾക്കാത്ത ശബ്ദങ്ങൾ എന്നാണ്. പുസ്തകം ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി. അനസ് എന്ന ഒരു ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ, ഇപ്പോൾ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് അതിൻ്റെ പഠനം എഴുതിയത്. ആ പഠനം വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വന്നു. തെന്മല എന്ന സ്ഥലത്ത് 2025-26 ഒരു ക്വീർ ഫെസ്റ്റിവൽ, വീണ്ടും ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ സാധിച്ചു. ഇപ്പോൾ ആ ബുക്സിൻ്റെ ട്രാൻസ്ലേഷൻസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. മാത്രമല്ല, ഈ ഇൻ്റർസെക്സ്, ക്വീർ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ പദങ്ങളെ നമ്മൾ ഈ സാഹിത്യകാരുടെ ഇടയിലേക്ക്, അക്കാദമിക ഇടങ്ങളിലേക്ക് കൊണ്ടുവരാൻ കൂടി ഇത്തരം ചർച്ചകൾക്ക് സാധ്യമായെന്ന് മനസ്സിലാക്കുന്നു. ഇക്കഴിഞ്ഞ കേരള സംസ്ഥാന ചലച്ചിത്ര സിനിമ അവാർഡിൻ്റെ ജൂറി മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ ഞാൻ മുൻപും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ ഒരു ജൂറി അംഗം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ അവിടെ പ്രകാശ് രാജ് സാർ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത്, ഒരു പക്ഷേ വിദൂരമല്ലാത്തൊരു കാലത്ത് ട്രാൻസ്ജെൻഡറായ അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നല്ല, ട്രാൻസ്ജെൻഡറോ ഇൻ്റർസെക്സോ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വീറായിട്ടുള്ള ഒരു സംവിധായകൻ, ഒരു ഡയറക്ടർ, സംവിധായകനോ അതിന് പുതിയ പദം കണ്ടെത്തിയാൽ നല്ലത്, അങ്ങനെ ഒരാൾ അവിടെ ഇരുന്ന് ഒരു അവാർഡ് നിർണയം നടത്തുന്നതാണ് സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത്. അവിടെ ആർക്ക് അവാർഡ് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിൽ അതായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മലയാളത്തിനുപരി ഇംഗ്ലീഷിലേക്ക് എൻ്റെ കവിതകൾ ഞാൻ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാറ്. ഹിന്ദിക്കൊരു ട്രാൻസ്ലേറ്ററുണ്ട്, തമിഴിനൊരു ട്രാൻസ്ലേറ്ററുണ്ട്. 6 വർഷം മാത്രം പഠിച്ച സംസ്കൃത ഭാഷ ഒരു ഗുരുവിനെ വെച്ച് വീണ്ടും പഠിച്ച് ChatGPT പോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിത ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഒരു പുസ്തകമായിട്ട് സ്വത്വവർണ്ണാഹ എന്നൊരു പേരിൽ ഒരു പുസ്തകം ഇറക്കുകയും ആ പുസ്തകത്തിൽ ട്രാൻസ്ജെൻഡറിനെ, അതായത് നപുംസകം എന്നൊരു പദം സംസ്കൃതത്തിലുണ്ട്, പക്ഷെ അത് അർത്ഥശൂന്യതയിലേക്കാണ് പലപ്പോഴും ആ ഒരു പദം മുന്നോട്ട് വയ്ക്കുന്നൊരാശയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിംഗങ്ങൾക്കതീതമായ മനുഷ്യർ, ലിംഗാതീതാഹ എന്നൊരു പദം സംസ്കൃതത്തിൽ ട്രാൻസ്ജെൻഡറിന് വേണ്ടി നമുക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ സാമൂഹിക രംഗത്ത് ചെയ്യുന്നൊരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 2011 മുതൽ ഞാൻ ഓർമ്മയിൽ രാഗിണി എന്നൊരു പരിപാടി ചെയ്തു വരുന്നുണ്ട്. ചലച്ചിത്ര നടി രാഗിണിയുടെ സ്മരണാർത്ഥം അവരുടെ ജീവിതത്തിൽ 39 വയസ്സിൽ സ്തനാർബുദത്തെ തുടർന്ന് മരണമടഞ്ഞ നടി രാഗിണിയുടെ 500ഓളം ചിത്രങ്ങൾ, വൈവിധ്യമാർന്ന ചിത്രങ്ങൾ, അത് സിനിമയുടെ ഫോട്ടോസുണ്ട്, പോസ്റ്റേഴ്സുണ്ട്, അവരുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അതുപോലെ അവരുടെ നൃത്ത ജീവിതം, പിന്നെ അവർ നടത്തിയിട്ടുള്ള കുറേ അവർ ശിവരാമസ്വാമിയുടെ നാടക കമ്പനിയിൽ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, നടി സുകുമാരിക്കൊപ്പം ഒക്കെ, അല്ലാതെയും ഇൻഡിവിജ്വലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ ഇവരുടെ ഫാമിലിയിൽ നിന്നും ഒരു പഴയകാല സുഹൃത്തുക്കളിൽ നിന്നും പിന്നെ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാ വർഷവും രാഖിയമ്മയുടെ, ഞാൻ അങ്ങനെ വിളിക്കുക, നടി രാഗിണിയുടെ ഓർമ്മ ദിനമായ ഡിസംബർ 30-ആം തീയതിയാണ് അവർ മരിക്കുന്ന രാത്രി. ഡിസംബർ 30-ന് എല്ലാ വർഷവും അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓർമ്മയിൽ രാഗിണി എന്ന പേരിൽ ഒരു ഫോട്ടോ എക്സിബിഷൻ നടത്താറുണ്ട്. നിലവിൽ ഞാൻ പുതിയ പുസ്തകത്തിൻ്റെ രചനയിലാണ്. അമ്മയ്ക്കൊരു താരാട്ട്. ഇൻ്റർസെക്സ് മിശ്രലിംഗത്തോടു കൂടി ജനിച്ചൊരു കുട്ടി, അവരുടെ അമ്മ അവരിത് ഇരുകാലുകൾക്കും ഇടയിലിരിക്കുന്ന പൊരുൾ കണ്ട് ഭയന്ന് കുട്ടിയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിയപ്പെട്ട കുട്ടി പിൽക്കാലത്ത് തിരിച്ചു വന്ന് അമ്മയോട് തന്നെ തിരിച്ച് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ അമ്മയ്ക്ക് ഒരു താരാട്ട് പാടുന്നതാണ് അമ്മയ്ക്കൊരു താരാട്ട്. അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊരു പുസ്തകമാക്കി
ഇൻ്റർസെക്സിൻ്റെ 30 വേരിയേഷൻസ് അടങ്ങുന്ന വ്യത്യസ്തമായ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ ചെയ്യുന്നു, ബ്രെയിൽ ലിപിയിൽ കൂടി. കാരണം ഉൾക്കാഴ്ചയുള്ള മനുഷ്യരുണ്ട് ധാരാളം, അവരെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. കാഴ്ചയുള്ള മനുഷ്യരെ കൊണ്ട് നമ്മൾ മടുത്തു. കാരണം കാഴ്ച ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കാഴ്ചപ്പാടുകൾ കൂടെ ഉണ്ടാകണ്ടേ. ബ്രെയിൽ ലിപിയിൽ കൂടെ ആ പുസ്തകം എനിക്കൊന്ന് ഓഗസ്റ്റിൽ ഇറങ്ങുമെന്ന് തോന്നുന്നു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുതിയ വിശേഷം. പിന്നെ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്ത് വന്നാലും ഞാനതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ട്. അത്രത്തോളം ഈ 41 വർഷം കൊണ്ട് ലോകം എന്നെ പഠിപ്പിച്ചു. ഇനി എന്താ പറയുക, നാളെ വിജയരാജമല്ലികയെ കൊന്നുകളയെന്ന് പറഞ്ഞാലും ഞാൻ ജീവിക്കും. കാരണം ആ സമയം എനിക്ക് എന്തെഴുതാം, എന്ത് പഠിക്കാം, എന്ത് വായിക്കാം എന്നതാണ്. ഇന്ത്യക്ക് പുറത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ GCC കൺട്രീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു ഇൻ്റർസെക്സ് വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫീമെയിൽ എന്ന പാസ്പോർട്ട് ഉണ്ടെങ്കിലും എന്നെ കാണുമ്പോൾ ഒരു പക്ഷേ അവർ ചോദിച്ചേക്കാം, പെണ്ണായി പിറന്നതാണോ, പെണ്ണായി മാറിയതാണോ എന്ന്. ഞാനൊരു കവിത, പുതിയൊരു കവിതയിലെ വരി ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. പേറുന്നില്ല പെറുന്നില്ല, പേറുന്നില്ല പെറുന്നില്ല, പെൺപെറ്റ ഉടലിൽ പിറന്ന ഞാൻ, പെൺപെറ്റ ഉടലിൽ പിറന്ന ഞാൻ, പിന്നെയും പിന്നെയും പെണ്ണാകുന്നു, പെണ്ണായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ജീവിതമാണ്. ദൈവത്തിൻ്റെ മകൾ എന്ന ആദ്യത്തെ കവിതാ സമാഹാരം, അതിന് ആ പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രകൃതി നൽകുന്ന വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ മനുഷ്യരോട് ആവർത്തിച്ചു പറയുന്ന കവിതകളാണ് അതിൻ്റെ അകത്തുള്ളത്. പലരും മല്ലികാ വസന്തം വായിച്ചിട്ട് എന്നെ വിളിച്ചത് ഭൂരിഭാഗവും സിസ്ജെൻഡറായ സ്ത്രീകളായിരുന്നു. ട്രാൻസ്ജെൻഡർ മനുഷ്യരെക്കാൾ കൂടുതൽ എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കി തന്നത് ആ പുസ്തകമായിരുന്നു. അതുപോലെ ട്രാൻസ്ലേഷൻസ് ആകട്ടെ, അതുപോലെ മറ്റ് കവിതകളാകട്ടെ, എവിടെ ചെന്നാലും ഒരു പക്ഷേ പേര് ആളുകൾക്കറിയാം, എന്നെ ആളുകൾക്കറിയാത്തത്. ഞാൻ ഈ TV ചാനൽസിലൊന്നും അധികം ചെന്നിരുന്ന് സംസാരിക്കാറില്ല. അദൃശ്യമായി ഇരുന്നു കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. വയലാർ പണ്ട് ഒരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ, സുപ്രഭാതം എന്നൊരു പാട്ട് ജയേട്ടൻ പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ട്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിൻ്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. സത്യത്തിൽ ഞാനതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കുറേ ക്വയർ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു കാലത്തത് അംഗീകരിക്കപ്പെടുന്നു, ഒരു കാലത്തത് ചവിട്ടി താഴ്ത്തപ്പെടുന്നു, തിരസ്കരിക്കപ്പെടുന്നു. എന്നെ സംബന്ധിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ 4 കെട്ടിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയ മുറിയിൽ കുറച്ച് കവിതകൾ, കുറച്ച് എഴുത്തുകൾ, കുറച്ച് സാഹിത്യം, കുറച്ച് പറച്ചിലുകൾ, തുറന്ന പറച്ചിലുകളൊക്കെ ആയിട്ട് ഞാനതിങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.